വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഹോസ്പിറ്റലിൽ നിന്നും വന്ന ശാലിനിയോട് എങ്ങനെയുണ്ട് മോളെ എന്നൊക്കെ രാജിയും ശാന്തയും ചോദിക്കുമ്പോൾ അവളങ്ങോട്ട് വന്നതേ ഉള്ളൂ. യാത്രയുടെ ക്ഷീണവും മരുന്നിൻ്റെ ക്ഷീണവും ഒക്കെ കാണും. അവളൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, എനിക്കിപ്പോൾ വിശ്രമിക്കാനും കിടക്കാനും അല്ല തോന്നുന്നത്, അമ്മയുടെ കയ്യിൽ നിന്നും കടുപ്പത്തിലൊരു ചായ കുടിക്കണം എന്നാണ് തോന്നുന്നതെന്ന്. അന്നേരം എങ്കിൽ വാ എന്നും പറഞ്ഞ് ശാലിനിയും കൂട്ടി ശാരദാമ്മ കുടുംബശ്രീ ഹോട്ടലിലേക്ക് കയറുകയാണ്. അന്നേരം പുറകെ എല്ലാവരും വരുന്നുണ്ട്. തുടർന്ന് ഹോട്ടലിലേക്ക് ബെഞ്ചിലേക്ക് ഇരുത്തിയ ശേഷം ശാരദാമ്മ പോയി ചായ എടുത്തുകൊണ്ട് വരികയാണ്. ഇതേസമയം ശാലിനി എല്ലാവരോടും പറയുന്നുണ്ട്, എനിക്കൊരു ചെറിയ പരിക്ക് പറ്റിയതാണ്, ഇപ്പോൾ നല്ല സുഖമുണ്ട്, ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നതല്ലേ, നിങ്ങളാരും വിഷമിക്കേണ്ടെന്നൊക്കെ വിഷ്ണുവിനോടും പ്രീതിയോടും ഒക്കെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെയും പ്രീതിയുടെയും മുഖഭാവം വിഷമാവസ്ഥ തന്നെയാണ്. അതേസമയം ചായ കുടിച്ചുകൊണ്ട് ശാലിനി പറയുകയാണ്, ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വിഷ്ണുവേട്ടനെ നഷ്ടപ്പെടും എന്നതിലുപരി അമ്മയുടെ മധുരമുള്ള ചായ പോലെ നിങ്ങളുടെ സ്നേഹമൊക്കെ നഷ്ടപ്പെടും എന്ന ഒരു പരിഭവം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് ചിരിക്കുകയാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ വിഷ്ണുവിനും ശാരദാമ്മയ്ക്കും ബാക്കി എല്ലാവർക്കും അങ്ങ് സങ്കടമാകുകയാണ്. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ വിഷ്ണു പ്രീതിയെയും കൂട്ടി ഇറങ്ങിപ്പോയ സംഭവങ്ങളൊക്കെ ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഭാമയുടെ അടുത്തേക്ക് രാഘവൻ നായർ ചെല്ലുകയാണ്. രമണൻപിള്ളയാണ് രാഘവൻ നായരെ കൊണ്ട് ചെല്ലുന്നത്. ഇതേസമയം രമണൻപിള്ളയോട് എന്ന പോലെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, പറയുകയാണ്, വെടിയേറ്റ് ശാലിനി ചികിത്സയൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തി, പക്ഷേ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയ നമ്മുടെ പ്രീതി മടങ്ങിയെത്തിയിട്ടില്ല, അവളിപ്പോഴും ശാരദാമ്മയുടെ വീട്ടിലല്ലേ പിള്ളയെന്ന് ചോദിക്കുകയാണ്. അന്നേരം ആണെന്നാണ് അറിഞ്ഞത് എന്ന് പറയുമ്പോൾ അവൾ അവിടെ തന്നെ കുറച്ചു കാലം നിൽക്കട്ടെ, സ്നേഹം കിട്ടുന്നിടത്ത് അവൾ നിന്നോട്ടെ എന്ന് രാഘവൻ നായർ പറയുകയാണ്. അന്നേരം ഞാൻ സ്നേഹം കൊടുക്കുന്നില്ലെന്നാണോ രാഘവേട്ടൻ പറഞ്ഞത് എന്ന് ഭാമ ചോദിക്കുമ്പോൾ, നീ ആർക്കാണ് സ്നേഹം കൊടുത്തിട്ടുള്ളത്? ഭർത്താവിൽ നിന്നും അകറ്റി നിർത്തുന്ന പ്രീതിക്കോ, അത് ഭാര്യയെ പറഞ്ഞു വിടാനായിട്ട് നിർബന്ധിക്കുന്ന മകനാണോ നീ സ്നേഹം കൊടുത്തത്? നീ ഇപ്പോഴും സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിന്റെ കൂട്ടുകാരിയുടെ മകൾ സുസ്മിതയ്ക്ക് മാത്രമാണ്. കൂനിമ്മേ കുരു എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഒരു വലിയ ദുരന്തം തന്നെയാണ് അവൾ. നീ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അവളുടെ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയും ഒക്കെയാണ്. സ്വന്തം തലച്ചോറ് മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് ഇങ്ങനെ അബോധാവസ്ഥയിൽ പെരുമാറരുത് എന്നൊക്കെ പറയുകയാണ്. അന്നേരവും സത്യഭാമയ്ക്ക് അപ്പോൾ സങ്കടം വരുന്നുണ്ട്. രാഘവേട്ടാന്നൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ വേണ്ട, ഒന്നും പറയണ്ടെന്നും പറഞ്ഞ് വീണ്ടും അങ്ങ് രാഘവൻ നായർ പറയുകയാണ്, പ്രീതിയുടെ ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോഴാണ് ഈ വീട്ടിൽ സമാധാനവും സന്തോഷവും ഒക്കെ പോയത്. പിന്നെ ഈ വീൽ ചെയറിലേക്ക് ഞാൻ വീണു. അന്ന് നീ ഇവിടെ മുറിയിൽ പൂട്ടിയിട്ടിട്ട് പോയപ്പോൾ സ്വന്തം താലി അറ്റുപോകാതിരിക്കാൻ വേണ്ടി എൻ്റെ മകളെ റൂമിൽ കിടന്ന് വിലപിച്ചപ്പോൾ ഒരു വശം തളർന്ന ഞാൻ ഈ പടി ഇഴഞ്ഞു പോയി വാതിൽ തുറന്നു കൊടുത്തത് ആ വിലാപം വേദന കണ്ടിട്ട് തന്നെയാണ്. ആ മുട്ടിലെ വേദന ഇപ്പോഴും എന്നിൽ നിന്നും മാറിയിട്ടില്ല. ചോര വീണ് തുടങ്ങിയിരിക്കുന്നു നമ്മുടെ വീട്ടിൽ, അതും അമ്പലനടയിലാണെന്ന് നീ ഓർക്കണം എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയ്ക്ക് ചെറിയൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. വീണ്ടും ഭാമ എന്തൊക്കെയോ പറയാനായിട്ട് തുടങ്ങുമ്പോൾ വേണ്ട, ഒന്നും പറയണ്ടെന്നും പറഞ്ഞ് പിള്ളയോട് തന്നെ റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് രാഘവൻ നായർ പറയുകയാണ്. ഇതേസമയം കുടുംബശ്രീ വീട്ടിൽ രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ശ്യാമയും ശാരദാമ്മയുമാണ് വിളമ്പുന്നത്. അർജുനും പ്രീതിയും ശാരികയും രാജീവും വിഷ്ണുവും ശാലിനിയും ഒക്കെ ഇരിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ആകെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നത്. സത്യാമ്മയുടെ വീട്ടിൽ അത്ര കറികളൊന്നും ഇല്ലെങ്കിലും ഒരുവിധം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് എന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം അത് ഇത്തിരി കടന്നു പോയില്ലേ എന്ന് അർജുൻ തമാശയ്ക്ക് ചോദിക്കുകയാണ്. തുടർന്ന് ഭക്ഷണം കഴിച്ച ശേഷം വിഷ്ണു പറയുന്നുണ്ട്, അടിപൊളി, നന്നായിട്ടുണ്ട് എന്നൊക്കെ. അന്നേരം അത് പാചകത്തിൻ്റെ ഗുണമല്ല, മനസ്സിന് ഇഷ്ടപ്പെട്ടവർ ഒന്നിച്ചിരിക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. അപ്പോൾ ഭക്ഷണത്തിന് രുചി കൂടും. പിന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലും എല്ലാവരുടെയും മനസ്സ് പല സ്ഥാനത്താണ് എന്ന് പറഞ്ഞ് പ്രീതി സങ്കടപ്പെടുകയാണ്. അന്നേരം അത് മാറ്റാനായിട്ട് കഴിക്കുമെന്ന് പറഞ്ഞ് പ്രീതിയുടെ തോളിലേക്ക് അർജുൻ തട്ടുന്നുണ്ട്. തുടർന്ന് പ്രീതി ഭക്ഷണം കഴിക്കുകയാണ്. അന്നേരം വീണ്ടും കഴിച്ച ശേഷം രാജീവും പറയുന്നുണ്ട്, ശാരദാമ്മയെ പോലെ ഒരു അമ്മയെ കിട്ടാനായിട്ട് പുണ്യം ചെയ്യണമെന്നൊക്കെ. അന്നേരം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ ഇതേസമയം ശാലിനി കഴിക്കുന്നില്ല. ശാലിനി അത് കഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, ഇയാൾ എന്തുവായി കാണിക്കുന്നത്? ഞാൻ ഇവിടെ ഇരിക്കുകയല്ലേ, ഞാൻ വാരിത്തരാമെന്നും പറഞ്ഞ് വിഷ്ണു ഭക്ഷണം ശാലിനിയുടെ വായിലേക്ക് വച്ചു കൊടുക്കുകയാണ്. അന്നേരം ശാലിനി എല്ലാവരുടെയും മുഖത്ത് നോക്കുകയാണ്. അന്നേരം എല്ലാവരും അങ്ങ് ചിരിക്കുകയാണ്. ശാരദാമ്മയ്ക്ക് അങ്ങ് സന്തോഷമാകുകയാണ്. തുടർന്ന് വേണ്ട വിഷ്ണു ഏട്ടാന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം കഴിച്ച് എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അന്നേരം ശാലിനി അത് കഴിക്കുന്നുണ്ട്. അന്നേരം അർജുൻ പ്രീതിയോട് രഹസ്യമായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ വാരിത്തരട്ടെ എന്ന്. അന്നേരം കുറച്ച് കൂടുന്നുണ്ട് എന്ന് പ്രീതി ഇങ്ങനെ പയ്യെ പറയുന്നുണ്ട്. തുടർന്ന് രാജീവും ശാരികയും ഒക്കെ നോക്കി ചിരിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് ആകെ അങ്ങ് നാണം വരുന്നുണ്ട്. അന്നേരം എന്തിനാ നാണിക്കുന്നത്, ഞാൻ നേരത്തെ വാരി തന്നുകൊണ്ടിരുന്നതല്ലേ എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം എല്ലാവരും ചിരിക്കും.
ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അത് നിങ്ങൾ അപ്പോഴും അവിടെ ഒറ്റയ്ക്കായിരുന്നില്ലേ, ഇപ്പോൾ എല്ലാവരും ഇല്ലേ, അതാണ് ചേച്ചിക്ക് ഇത്ര നാണമെന്ന് പറഞ്ഞ് ആ ചിരിയിൽ എല്ലാവരും അങ്ങ് പങ്കുചേരുന്നുണ്ട്. ഇതേസമയം വിഷ്ണു ശാലിനിക്ക് ആഹാരം വാരിക്കൊടുക്കുന്നത് കണ്ടിട്ട് പ്രീതി ഓർക്കുകയാണ് സത്യഭാമ വിഷ്ണുവിനും തനിക്കും കൂടി ആഹാരം വാരി തരുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അന്നേരം പ്രീതിക്ക് അങ്ങ് സങ്കടം വരികയാണ്. അത് ശാരദാമ്മ ശ്രദ്ധിക്കുന്നുമുണ്ട്. അന്നേരം ശാരദാമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് പ്രീതി അമ്മയെക്കുറിച്ച് ഓർത്തിട്ടാണ് വിഷമമാകുന്നതെന്ന്. തുടർന്ന് വിഷ്ണുവിനോട് ശാരദാമ്മ പറയുകയാണ്, സമയം പോലെ മോൻ പോയി സത്യാമ്മയെ കാണണമെന്ന്. അന്നേരം അതെന്തിനാ ശാരദാമ്മയെന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ രാമായണ പൂജ നടത്താൻ പോവുകയല്ലോ, അതിന് സത്യാമ്മയെ പിന്നെ ക്ഷണിക്കണം. മനസ്സിനുള്ളിൽ രാവണനെ നിഗ്രഹിച്ച് വീടിനുള്ളിൽ ശ്രീരാമനെ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രാമായണ പൂജ നടത്തുന്നത്. അപ്പോൾ പിന്നെ ആരോടും വിദ്വേഷവും വെറുപ്പും ഒന്നും പിണക്കവും ഒന്നും പാടില്ല എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു അങ്ങും ഉണ്ടായിരിക്കുമ്പോൾ ഒഴിവ് കഴിവ് ഒന്നും പറയണ്ടെന്ന് ശാരദാമ്മ പറയുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, വിഷ്ണുവേട്ടാ ഞാൻ കൂടി വരാമെന്ന്. അന്നേരം വിഷ്ണു അത് സമ്മതിക്കുകയാണ്. തുടർന്ന് വീണ്ടും വിഷ്ണു ഭക്ഷണം വാരി കൊടുക്കുകയാണ് ശാലിനിക്ക്. അന്നേരം പ്രീതി മനസ്സിലോർക്കുകയാണ്, രാജീവ് സാറ് പറഞ്ഞത് ശരി തന്നെയാണ്, ഇവിടെ ഈ വീട്ടിലെ ഓരോരുത്തരും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ശാരദാമ്മയെ നിങ്ങൾ പുണ്യമാണ് എന്ന് പറഞ്ഞ് ശാരദാമ്മയെ നോക്കി അങ്ങ് സന്തോഷിച്ച് ഇരിക്കുകയാണ് പ്രീതി. ഇതേ സമയം സത്യഭാമ പ്രീതി ഇറങ്ങിപ്പോയതും രാഘവൻ നായർ തന്നെ വന്ന് ഉപദേശിച്ചതും ഒക്കെ ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ രാഘവൻ നായർ പിള്ളയോടൊപ്പം വരുന്നുണ്ട്. അന്നേരം ഭാമയെന്ന് ആദ്യം ഒന്ന് വിളിക്കുമ്പോൾ കേൾക്കുന്നില്ല. തുടർന്ന് ഒന്നുകൂടി ഉച്ചത്തിൽ ഭാമയെന്ന് വിളിക്കുകയാണ്. അന്നേരം എന്താണെന്നും പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുമ്പോൾ കണക്കെന്തോ നോക്കാനുണ്ടെന്ന് പിള്ള പറഞ്ഞു എന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം പിന്നെ നോക്കാം, കൂട്ടിയ കണക്കുകളൊക്കെ പിഴച്ചു എന്നും പറഞ്ഞ് എന്തോ ആലോചിച്ച് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാമ നടക്കുകയാണ്. തുടർന്ന് രാഘവൻ നായരെ അങ്ങ് തിരിച്ച് റൂമിലേക്ക് രമണൻ പിള്ള കൊണ്ടുചെന്നാക്കുന്നുണ്ട്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ശാരദാമ്മ അമ്പലത്തിൽ ചെന്ന് രാമായണ പൂജയ്ക്ക് വേണ്ടി തിരുമേനിയെ ക്ഷണിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്വാമിയുടെ വേഷമൊക്കെ ധരിച്ച് ഗോപാലകൃഷ്ണൻ ഇരുന്ന് രാമായണം വായിക്കുകയാണ്. ഫ്രണ്ടിൽ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അന്നേരം അത് കണ്ട് ശാരദാമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തിരുമേനി പറയുകയാണ്, ഞാൻ ശാരദാമ്മയോട് പറയാനായിട്ട് മറന്നു, കുറച്ച് ദിവസമായിട്ട് ആൾ ഇവിടെ തന്നെയാണ്, ഊണും ഉറക്കവും ഒക്കെ ഇവിടെ തന്നെ, ശരിക്കും ഒരു സ്വാമിയുടെ ജീവിതം എന്ന് പറയുമ്പോൾ അന്ന് അമ്പലനടയിൽ വെച്ച് ഗോപാലകൃഷ്ണനോട് പരുഷമായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ശാരദാമ്മയ്ക്ക് സങ്കടം വരികയാണ്. തുടർന്ന് ശാരദാമ്മ ഗോപാലകൃഷ്ണൻ്റെ അടുത്തേക്ക് ചെന്ന് ഗോപാലേട്ടാന്ന് വിളിക്കുകയാണ്. അന്നേരം ഒന്ന് നോക്കിയിട്ട് വീണ്ടും അങ്ങ് രാമായണം വായിക്കുമ്പോൾ ഗോപാലേട്ട എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയുകയാണ്. അന്നേരം എല്ലാവരെയും നോക്കിയിട്ട് രാമായണ പാരായണവും വ്യാഖ്യാനവുമാണ്, കേൾക്കേണ്ടവർക്ക് ഇരിക്കാമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയും അവരുടെ കൂടെ ഇരിക്കുകയാണ്. തുടർന്ന് ഗോപാലകൃഷ്ണൻ രാമായണത്തിലെ ലക്ഷ്മണോപദേശം എന്ന ഭാഗം വായിച്ച് അതിൻ്റെ വ്യാഖ്യാനം പറയുമ്പോൾ ശാരദാമ്മ അന്ന് രാജേശ്വരിയെ രണ്ടാമത് ഗോപാലകൃഷ്ണൻ കല്യാണം കഴിച്ചതും തന്നെയും മക്കളെയും പുറത്താക്കിയതും താലി പൊട്ടിക്കാൻ നോക്കിയതും ഒക്കെ ഓർത്തങ്ങ് സങ്കടത്തോടെ ഇരിക്കുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.